നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച നിവിൻ പോളി നായകനായിട്ടെത്തിയ സർവമായ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ. പ്രഭേന്ദു എന്ന കഥാനായകൻ, നിവിൻ പോളി അവതരിപ്പിക്കുന്ന പ്രഭേന്ദു എന്ന കഥാനായകൻ ഒരു ഗിറ്റാറിസ്റ്റാണ്. അദ്ദേഹം ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, ഒരു ഗാനമേള ട്രൂപ്പിൽ ഈ പാട്ട്, അതാണ് നമ്മൾ ആദ്യം കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതാണ്. പക്ഷേ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാട്ട് ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള സിനിമയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഒരു സീക്വൻസ് ആണല്ലോ. പാട്ട് കേൾപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൃശ്യങ്ങളൊന്നും ആരാണ് പാടുന്നതെന്നോ ഇത് എവിടെയാണ് പാടുന്നതെന്നോ ഒന്നും ഒരു പിടിപാടുമില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കിലെ ഡാർക്ക് റൂമിലേക്ക് ക്യാമറ കൊണ്ടുപോവാണ് സംവിധായകൻ ചെയ്യുന്നത്. ആ ദൃശ്യം ആ സീക്വൻസ് മനുഷ്യൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവുന്നതിന് മുൻപ് തന്നെ ഉടന്തടിച്ചാട്ടം, ആശാസ്യകരമായ ഒരു കാര്യമല്ല ഉടന്തടിച്ചാട്ടം എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യണം, മനുഷ്യൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ആവർത്തിച്ച് വരേണ്ടതായിട്ടുള്ള ചില ബിംബങ്ങളുണ്ട്. ആ ബിംബകൽപ്പനകളൊന്നും തന്നെ, ഇപ്പോൾ ഒരു പപ്പു എന്ന് പറയുന്ന ഒരു നായ, ആ നായയുടെ മരണം, ആ നായ അമ്മയുടെ മരണം, ആ നായയെയും നിവിൻ പോളിയുടെ കഥാപാത്രത്തെയും അച്ഛനായിട്ടുള്ള ആ നമ്പൂതിരി പുറത്താക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു ആവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു ബിംബങ്ങൾ വരുന്നില്ല. ഈ നായയുടെ ബിംബങ്ങൾ, ഈ നായയുടെ ദൃശ്യങ്ങൾ അത്തരത്തിൽ വരുന്നില്ല. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഉണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒന്നും തന്നെ അവിടെ കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഇയാൾക്ക് അമേരിക്കയിലേക്ക് പോകണം, ഈ ട്രൂപ്പിന് അമേരിക്കയിലേക്ക് പോകണം. പക്ഷെ വിസ ഇയാളുടെ മാത്രം, പ്രഭേന്ദുവിൻ്റെ മാത്രം ശരിയാവുന്നില്ല. ഇന്ദു എന്ന് വിളിക്കുന്നു, പ്രഭ എന്ന് വിളിക്കുന്നു, പ്രഭേന്ദു എന്ന് വിളിക്കുന്നു. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പരിപാടി. ഇങ്ങനെയാണ്. അങ്ങനെ അയാൾക്ക് ഒരു സ്റ്റുഡിയോയിൽ ഗിറ്റാർ വായിക്കാൻ ഒരു അവസരം കിട്ടുക. ചെല്ലുന്ന സമയത്ത് ഗൂഗിൾ പേ ചെയ്തേക്കാം, ക്യാഷില്ല, ക്യാഷ് റെഡി ആയിട്ടും അയച്ചേക്കാം. എന്നൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ഇയാളുടെ അച്ഛനും ജ്യേഷ്ഠനും ഒക്കെ നല്ല പൂജാരികളാണ്, സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിലാണ്. പക്ഷേ ഇയാൾ ഈശ്വര വിശ്വാസത്തെയൊക്കെ ഉപേക്ഷിച്ച് പൂണൂലൊക്കെ വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ സംഗീത രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അവിടെയും അയാൾക്ക് സാമ്പത്തികമായിട്ടൊന്നും നേടാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അയാളുടെ സുഹൃത്തും കസിനുമായ രൂപേഷ് നമ്പൂതിരിയുടെ കൂടെ പൂജയ്ക്ക് ചേരുകയാണ് ചെയ്യുന്നത്. രൂപേഷ് നമ്പൂതിരിനെ അവതരിപ്പിക്കുന്നത് അജു വർഗീസാണ്. ഈ അജു വർഗീസിൻ്റെ ഒരു സീനിൽ ഇന്നസെൻ്റ് ഏട്ടനൊക്കെ കാണിച്ചതുപോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറേ കുട്ടികളെ ഓടിക്കാനായിട്ട് ചെല്ലുന്നു. തമാശയാണെന്നാണോ സംവിധായകൻ വിചാരിക്കുന്നത്, തിരക്കഥാകൃത്ത് വിചാരിക്കുന്നത്? ഒരു തമാശയില്ല, ഒരു ചിരിയും ആളുകളിൽ ഇത് ഉണ്ടാക്കുന്നില്ല. അയ്യേ എന്നായി പോകുന്നു, പ്രേക്ഷകൻ അയ്യേ എന്നായി പോകുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും ഈ പ്രേതം വരുന്നതോടുകൂടി, മായയുടെ പ്രേതം അല്ലെങ്കിൽ ഡെലുവിൻ്റെ പ്രേതം വരുന്നതോടുകൂടിയാണ് സിനിമയ്ക്കൊരു വേഗതയും ഒരു ചലനാത്മകതയും ഉണ്ടാകുന്നത്. ആ വന്ന നായിക, ഡെലുവായിട്ട് വരുന്ന നായികയും നല്ല പെർഫോമൻസ് തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ഡെല്ലു, മായയുടെ വേഷം. പക്ഷെ അവിടെയും ഒരു കഥാപാത്ര സൃഷ്ടി നടത്താനായിട്ട് സംവിധായകന്, തിരക്കഥാകൃത്തിന് സാധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. ഈ മായ എന്ന ഈ കഥാപാത്രം, അല്ലെങ്കിൽ മായ പേരറിയില്ല, വന്നയാൾക്ക് പേരറിയില്ല, ഫോൺ അറിയാം, ഡ്രസ്സ് അറിയാം, പക്ഷെ പേര് മാത്രം അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആവട്ടെ, ഒരു കഥയാണല്ലോ, കഥയ്ക്ക് വേണ്ടിയിട്ട് നമുക്കതൊക്കെ
സഹിക്കാം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഓർമ്മ എപ്പോഴോ ഒരു ഓർമ്മ ഒരു ഫ്ലൈറ്റിൽ കയറി ഇവരിങ്ങനെ പോകുന്ന സമയത്താണ് താൻ ബാംഗ്ലൂരാണല്ലോ ഫ്ലൈറ്റിലേക്ക് പോകേണ്ടത്. അങ്ങനെ ബാംഗ്ലൂരിൻ്റേതായിട്ടുള്ളൊരു ഓർമ്മയൊക്കെ വരുന്നു. അങ്ങനെ ഇത് നമ്മൾ നയൻതാരയുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ, ഫാസിലിൻ്റെ ഒരു സിനിമയിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. പേരറിയില്ല, റീത്ത ഫ്രാൻസിസ് എന്നുള്ള പേരാണ് തൻ്റെ പേരെന്ന് പ്ലക്കാർഡുകളൊക്കെ കാണുമ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നും നമുക്ക് ആർക്കും തോന്നില്ല. ഒരു കലാസൃഷ്ടി കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക്, ആസ്വാദകർക്ക് അത്ഭുതമുണ്ടാകണം. അവിടെയാണ് കലാസൃഷ്ടി വിജയിക്കുന്നത്. ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള അത്ഭുതവും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കണമായിരുന്നു. ഇവൾക്കെന്താണ് സംഗീതവുമായിട്ട് ബന്ധം? ഒരു ബന്ധവുമില്ല. സംഗീതകാരനായ ഒരാൾ ഇവളുടെ ആക്സിഡൻറ്റ് സമയത്ത് അവൾക്ക് കൂട്ടിരുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ അവിനാശ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ ദേഹത്ത് ഇവൾ കൂടി എന്നൊക്കെയാണ് പറയുന്നത്. ആ ദേഹം ഒഴിപ്പിക്കാനായിട്ട് ചെന്നതാണ്, ആ ദേഹത്തെ പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ട് ചെന്നതാണ് ഈ നമ്മുടെ പ്രഭേന്ദു നമ്പൂതിരി. പക്ഷേ ആ പ്രേതം ഇയാളുടെ കൂടെ പോരുകയാണ് ചെയ്യുന്നത്. അതൊന്ന് യുക്തിസഹമായിട്ടുള്ളൊരു കാര്യം, യുക്തിഭദ്രമായിട്ടുള്ള കാവ്യയുക്തി പോലും ഇല്ല ഇതിനകത്ത്. പിന്നെ എങ്ങനെയാണ്? പക്ഷെ ചടുലമായി എന്ന് പറഞ്ഞത് ഇവർ വരുന്നതോടുകൂടിയാണ്, ഈ മായ വരുന്നതോടുകൂടിയാണ് കഥയ്ക്കും കഥാഗതിക്കും ഒരു ചലനാത്മകത ഉണ്ടാകുന്നത്. അങ്ങനെ അവർ ബോംബെക്ക് പോകുന്നു. ബോംബെയിൽ വെച്ച് ഒരു സ്നേഹിതയെ കണ്ടുമുട്ടുന്നു. അവളാണെങ്കിൽ വേറൊരുത്തൻ്റെ കൂടെ പ്രണയമാണ്, ബ്രേക്കപ്പായി, കരച്ചിൽ പിഴിച്ചിലായി. ഇത്തരം പൈങ്കിളികളൊന്നുമല്ല നമുക്ക് ആവശ്യം. മലയാള സിനിമയ്ക്ക് ആവശ്യം ഇത്തരം പൈങ്കിളികളൊന്നുമല്ല. ഇപ്പോഴും ആ സ്റ്റാൻഡേർഡിൽ നിന്നും അഖിൽ സത്യൻ ഉയർന്നിട്ടില്ല. സത്യൻ അന്തിക്കാടിൻ്റെ മകനായത് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളൊരു നല്ല സംവിധായകനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? ഇനിയിപ്പോൾ ആയിക്കൂടാന്നുമില്ല. അദ്ദേഹത്തിന് പടിപടിയായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ നല്ല രചനകളൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്ന സിനിമ ഏതാണോ അതിനെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ആസ്വാദനമാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആ ഒരു ബ്രേക്കപ്പായ പെൺകുട്ടിയുമായിട്ട് ഇയാൾ അടുക്കുന്നത് കണ്ടിട്ട് ഈ പ്രേതമായിട്ടുള്ള ആൾക്ക് അസൂയ ഉണ്ടാവുന്നു. ഞാൻ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത് ആർക്കറിയാം. ഇത്തരമൊരു സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സിനിമയ്ക്ക് ഒരു സ്ഥാനവുമില്ല. വെറുതെ ഒരു സിനിമ എന്ന് പറയാമെന്നുള്ളതല്ലാതെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. സ്റ്റുഡിയോയിൽ വെച്ച് വിവേക ത്രിവേദിയുടെ മ്യൂസിക് ഗിറ്റാർ വായിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അയാളുടെ ട്യൂണിനനുസരിച്ച് ഇയാൾക്ക് ഗിറ്റാർ വായിക്കാനായിട്ട് സാധിക്കാതെ വരികയും അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുകയും ഈ പ്രേതം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. പ്രേതത്തെ പേടിക്കാതെ കൂടെ നടക്കാനും കൂടെ കൊണ്ടു നടക്കാനും ഒക്കെ സാധിക്കുന്നത് അങ്ങനെയാണ്. ഇവളുടെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മായ ജേക്കബ് എന്നാണ് ജേക്കബ് മാഞ്ഞൂരാൻ്റെ, വിനീതാണ് ജേക്കബ് മാഞ്ഞൂരാനായിട്ട് വരുന്നത്. ജേക്കബ് മാഞ്ഞൂരാൻ്റെ മകളാണ് ഇവള് മായ. ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. ഒരു വൺ സൈഡ് പ്രണയം. അയാൾ വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അയാൾ വരുന്നില്ല. പക്ഷെ ഒരു കോള് വന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഇവൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തിനാണ് ഇവളെ ഇങ്ങനെ കിടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ ഇത് മാറ്റാം എന്ന് പറഞ്ഞ് അച്ഛൻ വിനീതും അനിയനും ചേർന്ന് അനിയന് യെസ് പറഞ്ഞ് അത് എടുത്ത് മാറ്റുന്ന സമയത്ത് അവൾക്ക് മരണം സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ എവിടെയാണ് ഒരു അത്ഭുതത്തിനോ ഒരു ആസ്വാദനത്തിനോ ഒരു വകയില്ല. ഈ സിനിമയിൽ പാട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു 2 പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. അതൊന്നും ഈ സിനിമയുമായിട്ട് യാതൊരു തരത്തിലുള്ള യോജിപ്പും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ മുഖമൊക്കെ മറച്ചു പിടിച്ച് വെളിച്ചം കൊടുക്കേണ്ടടുത്ത് വെളിച്ചം കൊടുക്കുകയും ഇരുട്ട് കൊടുക്കേണ്ടടുത്ത് ഇരുട്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഫോട്ടോഗ്രാഫി. യഥാർത്ഥ കല എന്ന് പറയുന്നത് അതാണ് ഫോട്ടോഗ്രാഫിയുടെ യഥാർത്ഥമായിട്ടുള്ള കല. എപ്പോഴും ഇങ്ങനെ ആളുകളെ ഈ മേതിൽ ദേവികയാണ് ഇവളുടെ അമ്മയായിട്ട് വരുന്നതെന്നൊക്കെ ആലോചിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്. അതുപോലെ
ഇയാളുടെ അച്ഛനായിട്ട് വരുന്ന ഒരാളുണ്ട്. അച്ഛനായിട്ട് വരുന്നത് രഘുനാഥ് പലേരിയാണെന്ന് പറയുന്നു. ഇങ്ങനെ മറയത്ത് നിർത്തിയിട്ട് എന്താണ് കാര്യമുള്ളത്? കഥാപാത്രങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇരുട്ടിലേക്ക് കൊണ്ടുപോകണം. ഇരുട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കഥാപാത്രങ്ങളാണ് ഇരുട്ടിലേക്ക് വീണ്ടും അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുപോകണം. ഈ ആരോഹണ അവരോഹണ ക്രമമാണ് കലയെ കലയാക്കുന്നത്. ഇതൊന്നും അറിയാൻ പാടില്ലാതെ കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചേക്കാണ് എന്തൊക്കെയോ പൈതൃകത്തിൻ്റെ പേരിൽ. അതൊന്നുമല്ല, നിങ്ങളുടെ പൈതൃകമൊക്കെ ശരി തന്നെ, ഒക്കെ എല്ലാം സമ്മതിച്ചു. സത്യനന്ദിക്കാടൊക്കെ നമ്മളെ ഒരുപാട് ആസ്വദിപ്പിച്ച, സത്യനന്ദിക്കാടും ശ്രീനിവാസനും ഒക്കെ ചേർന്ന് നമ്മൾ ഒരുപാട് ആസ്വദിപ്പിച്ച കുറേ അധികം സിനിമകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഇപ്പോഴും നമ്മളെടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആസ്വാദനം തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്, സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ്. യാതൊരു തരത്തിലുള്ള ഇവിടെ പ്രഭേന്ദു എന്ന പേര് തന്നെ കൃത്രിമമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രഭേന്ദു എന്ന പേര് തന്നെ കൃത്രിമമായിട്ടുള്ള രൂപേഷ് നമ്പൂതിരി, ഓരോ പേരുകളാണ്. രൂപേഷ് നമ്പൂതിരി, രൂപ എന്ന് വിളിക്കുന്നു. എന്താണ് ഇതിനകത്തൊക്കെ ഒരു 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 ഇതുള്ളത്? അത് ഞാൻ പറഞ്ഞത് ഈ പ്രേതം വരുന്നതോട് കൂടിയാണ്. പ്രേതമായിട്ട് വന്ന പെൺകുട്ടി പയറ്റി എന്നാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോഴും അവരും ഇരുട്ടത്താണ്. എന്താണ് ഇങ്ങനെയൊക്കെ ആണോ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ ആസ്വാദനം? ഒരു ആസ്വാദനവും നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് നിർത്തേണ്ടത് എന്ന് പോലും അറിയില്ല സംവിധായകന്. ഈ സിനിമ ഇവരെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ഓർമ്മയിലേക്ക് പോകുന്നു, അതൊക്കെ ശരി തന്നെ, നല്ലൊരു രീതി തന്നെയാണ്. പുതിയൊരു രീതി. കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് മറ്റവളെ സ്നേഹിക്കുന്നത് എന്തിനാണ്, ഞാനല്ലേ എന്നെയല്ലേ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന, പ്രേതവുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്ലാഷ് ബാക്കിലേക്ക് പോയതിനു ശേഷം ജേക്കബിൻ്റെയും മായയുടെയും ഒക്കെ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവൾ മായയായിട്ട് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നല്ലത് തന്നെ. ഈ സിനിമയിൽ നല്ല ഘടകങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊരു സമഗ്രമായിട്ടുള്ളൊരു സംഗതികളിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രേക്ഷകനെ ഏകാഗ്രനാക്കണം. കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഏകാഗ്രചിത്തനാക്കണം. ജനാർദ്ദൻ്റെ കഥാപാത്രമൊക്കെ വന്ന് വളിച്ച തമാശകളാണ് പറയുന്നത്. ആ കഥാപാത്രത്തിന് വല്യച്ഛൻ എന്നാണ് പേര്, വേറൊരു പേരുമില്ല. പിന്നെ 200 രൂപ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ എന്തിനാണ് ചായ കുടിക്കാനെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതൊന്നും കണ്ടിട്ടൊന്നും ഒരു മനുഷ്യനും ഒരു ചിരിയും ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. സന്തോഷമാണ്, അത്ഭുതം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം സിനിമ കണ്ടു കഴിയുമ്പോൾ. അതാണ് നമുക്ക് വേണ്ടത്. അത് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നില്ല എന്ന് പറയാനാണ്. വേറെ യാതൊരു ഇതുമില്ല. ഈ സിനിമയിൽ സംവിധാനമൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊള്ളാം. അവിടെ ഇവിടെ കൊള്ളതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മൊത്തത്തിൽ സമഗ്രമായ അർത്ഥത്തിൽ ആദിമധ്യാന്തം സിനിമ എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് പോലും സംവിധായകൻ അവസാനം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് വീണ്ടും ആ പാട്ടിലേക്ക് പോകുന്നത്. ഇയാളുടെ കോൺസെപ്റ്റിലേക്ക് പോകുന്നതും ആളുകൾ കൈയടിക്കുന്നതും ഒക്കെ കണ്ടതിന് ശേഷമാണ് സിനിമ അവസാനിക്കുന്നത്.